മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പ്രത്യേക ആരാധകത്വവും പ്രത്യേക ആരാധകരുമുള്ള ഒരു സീരിയൽ തന്നെയാണ് ഗീതാ ഗോവിന്ദം. ഗീതാ ഗോവിന്ദത്തിലെ കാഞ്ചനയെ പ്രേക്ഷകർക്ക് അങ്ങനെ മറക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അറിയാതിരിക്കാനോ സാധ്യതയില്ല. പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രം എന്ന് തന്നെ കാഞ്ചനയെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ കാഞ്ചനയുടെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ജോഷീന ഇതാ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നത്. വർഷങ്ങളായുള്ളൊരു പ്രണയ സാഫല്യമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും നാൾ വൈകിയതെന്തെന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. ജോഷീനെയും വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും തമ്മിൽ മതത്തിൽ വ്യത്യാസമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സമ്മതത്തിന് കാത്തിരിക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ സമ്മതിക്കാൻ കുറച്ചധികം വൈകിയെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ജോഷീന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. എനിക്ക് പറയുന്നതിലൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടുകാർക്ക് സമ്മതം മൂളാൻ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ എല്ലാം ഇപ്പോഴാണ് ശരിയായതെന്ന് ജോഷീന പറയുന്നു. എൻഗേജ്മെൻറ്റിന് ശേഷമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. അമൃത, റെബേക്ക അടങ്ങി നിരവധി താരങ്ങൾ ഇതിന് പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു. ഗീതാ ഗോവിന്ദത്തിലെ കാഞ്ചന വിവാഹിതയാകാൻ പോകുന്നു. ഹിന്ദു ക്രിസ്ത്യനാണ് ഞങ്ങളെന്നും പേരൻസിനൊന്നും ആദ്യം സമ്മതമുണ്ടായിരുന്നില്ല എന്നും ശ്രീജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും പറഞ്ഞുകൊണ്ട് വരനെ പരിചയപ്പെടുത്തുന്നുണ്ട് ജോസീന. പുള്ളി ദുബായിലാണ്, ഇൻറ്റീരിയർ ഡിസൈനറാണ്. കല്യാണം ഉടനെ ഒന്നുമില്ല. പുള്ളിയുടെ അനിയത്തി UK യിലാണ്. അവൾ വന്നിട്ടേ ഉണ്ടാകൂ കല്യാണമൊക്കെ. +1 സമയത്തായിരുന്നു ഞങ്ങളുടെ പ്രണയം. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചത്. അപ്പോഴാണ് ഇതേ ബന്ധം തുടർന്നത്. ചേച്ചി വന്നപ്പോഴാണ് വിവാഹത്തെക്കുറിച്ച് തീരുമാനിച്ചത്. ചടങ്ങിന് വരാനാവില്ലെന്നായിരുന്നു ചേച്ചി പറഞ്ഞത്. വരാനാവില്ലെന്ന് ചേച്ചി പറഞ്ഞു. എന്നാൽ അവസാന നിമിഷം വന്ന് സന്തോഷിപ്പിക്കുകയായിരുന്നു. ഞങ്ങളാരും ചേച്ചി എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് ജോഷീനെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1 വർഷം വരെ മാറി നിന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ എന്നാൽ ഞങ്ങളുടെ ബന്ധത്തിന് യാതൊരു കേടും ഉണ്ടാക്കിയില്ല എന്നതാണ് യഥാർത്ഥ സത്യമെന്ന് ജോഷീന പറയുന്നു. ജോഷീനയുടെ വാക്കുകൾ സത്യമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രണയം അതിനുള്ള ഒരു വലിയ എക്സാമ്പിൾ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഞാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്ന് ജോഷീന പറയുന്നു. പിണക്കമുണ്ടായാൽ രാത്രി 12 മണിക്കുള്ളിൽ അത് തീർക്കണമെന്നതും ഞങ്ങളുടെ നിയമമാണെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറം പോകുന്ന ഫൈറ്റുകളൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾ അതിനിടയിൽ തന്നെ തീർക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അങ്ങനെ വേണം ഉറങ്ങാൻ എന്നതാണ് ഞങ്ങളുടെ നിയമം. എന്നാൽ മാത്രമേ ഒരു ബന്ധം മുന്നോട്ട് പോകുകയുള്ളൂ. എന്നാൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ജോഷീന പറയുന്നത്. ഇതെല്ലാം ജോഷീന തുറന്നു പറയുന്നു. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ആദ്യം ഇതിനൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഇഷ്ടം കണ്ടും ഞങ്ങളുടെ സ്നേഹം കണ്ടും വീട്ടുകാരെല്ലാവരും ഹാപ്പിയാണ് എന്ന് ജോഷീന എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പ്രേക്ഷകരും ആശംസകളായി അറിയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാക്കുകൾ തന്നെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത്. ആരാധകരുടെ ഇടയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും പങ്കുവയ്ക്കുന്നുണ്ട്. ആരാധകർക്ക് ജോഷീനയുടെ ഈ വാർത്ത വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ജോഷീനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്. വിവാഹം എന്നായിരിക്കുമെന്നും അനുജത്തി എന്നാണ് UK യിൽ നിന്ന് വരിക എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എന്തായാലും പ്രേക്ഷകരെ അറിയിക്കുമെന്നും ആരും വിഷമിക്കേണ്ട എന്നും ജോഷീന പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.